2003 ഡിസംബർ 13, സമയം രാത്രി 8 മണി. ഇറാഖിലെ അദ്ദൗർ ഗ്രാമത്തിൽ കനത്ത ഇരുട്ട് പടർന്നിരിക്കുന്നു. അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ അതീവ രഹസ്യമായി നീങ്ങുകയാണ്. ശ്വാസമടക്കി പിടിച്ച നിമിഷങ്ങൾ. അവർ തിരഞ്ഞു നടന്ന ആ വലിയ രഹസ്യം, എയ്സ് ഓഫ് സ്പേഡ്സ് അഥവാ സദാം ഹുസൈൻ, അവരുടെ കയ്യിൽ നിന്നും വീണ്ടും വഴുതിപ്പോയ ലക്ഷണമാണ്. കമാൻഡർ കേണൽ ജെയിംസ് ഹിക്കി തൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം തീരുകയാണ്. എന്നാൽ ആ രാത്രി അമേരിക്കൻ സൈന്യത്തിൻ്റെ കയ്യിൽ ഒരു രഹസ്യ ആയുധമുണ്ടായിരുന്നു. അതൊരു ആധുനിക ഡ്രോണോ ചാര ഉപഗ്രഹമോ ഒന്നുമല്ല, മറിച്ച് സൈനിക വാഹനത്തിൻ്റെ പിന്നിൽ വിറച്ചിരുന്ന ഒരു തടവുകാരനായിരുന്നു. അത് ദ ഫാറ്റ്മാൻ എന്ന് അവർ വിളിച്ച മുഹമ്മദ് ഇബ്രാഹിം, സദാമിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അംഗരക്ഷകരുടെ തലവൻ. സൈനികർ അയാളെ പുറത്തേക്ക് വലിച്ചിട്ടു. ആ പൊളിഞ്ഞു വീഴാറായ മൺകുടിലേക്ക് അയാൾ നടന്നു. പെട്ടെന്ന് അയാൾ നിന്നു. തുടർന്ന് തൻ്റെ ബൂട്ടിൻ്റെ തുമ്പുകൊണ്ട് തറയിലൊരിടത്ത് അയാൾ തട്ടിക്കാണിച്ചു. ഒറ്റനോട്ടത്തിൽ അതൊരു ഒളിത്താവളമാണെന്ന് ആരും പറയില്ല. കുറച്ച് ചപ്പുചവറുകളും ഒരു പഴയ പായയും മാത്രം. സൈനികർ ആ പായ വലിച്ചു മാറ്റി. മണ്ണ് മാന്തിയെടുത്തു. അതാ താഴെ ഒരു തെർമോക്കോൾ മൂടി തെളിഞ്ഞു വരുന്നു. അവർ ആ മൂടി മാറ്റിയതും കാലപ്പഴക്കം കൊണ്ട് അഴുകിയ വായുവിൻ്റെ രൂക്ഷഗന്ധം പുറത്തേക്കടിച്ചു. നേരെ താഴേക്ക് നീളുന്ന ഒരു ഇരുണ്ട കുഴി. സൈനികർ തോക്കുകൾ ചൂണ്ടി ഗ്രനേഡുകൾ ലോഡ് ചെയ്തു. പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വിറയ്ക്കുന്ന അഴുക്കുപുരണ്ട 2 കൈകൾ ആ ഇരുളിൽ നിന്നും ഉയർന്നു വന്നു. താടി നീട്ടി വളർത്തിയ നരച്ച തലമുടികളുള്ള ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ആ കുഴിയിൽ നിന്നും മുകളിലേക്ക് കയറി. ആ മുഖം കണ്ട് സൈനികർ അമ്പരന്നുപോയി. ഇതാണോ പോസ്റ്ററുകളിൽ കണ്ട ആ മഹാ ഏകാധിപതി? കിണറിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്നത് പോലെയുള്ള ഒരു നേർത്ത ശബ്ദത്തിൽ ആ മനുഷ്യൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ സദാം ഹുസൈനാണ്, ഇറാഖിൻ്റെ പ്രസിഡന്റ്. ഞാൻ നിങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. 9 മാസങ്ങൾക്ക് മുമ്പ് തിക്രിത്. യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. പ്രതിമകൾ നിലംപൊത്തി. യുദ്ധക്കളം അമേരിക്ക കീഴടക്കി. പക്ഷേ ചാരയുദ്ധത്തിൽ അവർ തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് പെൻറ്റഗൺ ഒരു തന്ത്രം പുറത്തെടുത്തു. ഒരു പാക്ക് ചീട്ടുകളിലെ 52 പ്രധാനികൾ. അതിലേറ്റവും വലിയ കാർഡ് അഥവാ എയ്സ് ഓഫ് സ്പേഡ് സദാം ഹുസൈൻ ആയിരുന്നു. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ ഈ മുഖങ്ങൾ പോക്കറ്റിലിട്ടാണ് നിരത്തുകളിൽ തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആർക്കും സദാം എവിടെയുണ്ടെന്ന് അറിയില്ലായിരുന്നു. തിക്രിത്തിലെ കൊടും ചൂടുള്ള ഒരു ചെറിയ ഇൻ്റഗ്രേഷൻ മുറി. അവിടെ കണ്ണുകൾ ചുവന്നു തൊടുത്ത് ആഴ്ചകളായി ഉറക്കമില്ലാത്ത ഒരു ചെറിയ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സെർജന്റ് എറിക് മാഡോക്സ്. അയാൾ ചുവരിലെ മന്ത്രിമാരുടെയും ജനറൽമാരുടെയും ചിത്രങ്ങളിലേക്ക് നോക്കി. പെട്ടെന്ന് മാഡോക്സ് മുന്നോട്ട് വന്ന് ആ ചിത്രങ്ങളെല്ലാം കീറിയെറിഞ്ഞു. അയാൾക്ക് മറ്റൊരു തിയറിയാണ് ഉണ്ടായിരുന്നത്. ഒളിവിലുള്ള ഒരു ഏകാധിപതി ഒരിക്കലും തൻ്റെ മന്ത്രിമാരെ വിശ്വസിക്കില്ല. അയാൾ സ്വന്തം ചോരയെ മാത്രമേ വിശ്വസിക്കൂ. മാഡോക്സ് തന്ത്രം മാറ്റി. അമേരിക്കൻ സൈന്യം ഒരു വിലയും കൽപ്പിക്കാതിരുന്ന സാധാരണക്കാരായ ഡ്രൈവർമാർ, പാചകക്കാർ, കാവൽക്കാർ എന്നിവരെ അയാൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയാൾ ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി. ചുവന്ന വരകൾ ആ ബോർഡിൽ തെളിഞ്ഞു. എല്ലാ വഴികളും ഒരൊറ്റ വഴിയിലേക്കാണ് എത്തിയത്. അൽ മുസല്ലത്ത് കുടുംബം, സദാമിൻ്റെ വിശ്വസ്തരായ അംഗരക്ഷകർ. ഈ വലയുടെ മധ്യത്തിൽ ചീട്ടുകളിലൊന്നുമില്ലാത്ത അപരിചിതമായ ഒരു മുഖമുണ്ടായിരുന്നു. മുഹമ്മദ് ഇബ്രാഹിം. മാഡോക്സ് ആ പേരിന് ചുറ്റും ചുവന്ന വട്ടമിട്ടു. വേട്ടയാടപ്പെടേണ്ട ആൾ മാറിക്കഴിഞ്ഞു. യഥാർത്ഥ വേട്ട ഇപ്പോൾ മാത്രമാണ് ആരംഭിക്കുന്നത്. പേര് കണ്ടെത്തുന്നത് എളുപ്പമായിരുന്നു. പക്ഷേ ആ തടിയനെ പിടികൂടുക എന്നത് ഒരു പേടി സ്വപ്നമായിരുന്നു. മുഹമ്മദ് ഇബ്രാഹിം ഒരു പ്രേതത്തെ പോലെ അപ്രത്യക്ഷനായി. മാഡോക്സ് വീണ്ടും കളി മാറ്റി. അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ പിടിക്കുക. ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചു. പക്ഷേ അവയൊന്നും സൗഹൃദപരമായ സംഭാഷണങ്ങളായിരുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് 2003 കുറിച്ചാണ്. അബു ഖുറൈബ് ജയിലിലെ ക്രൂരമായ പീഡനങ്ങൾ പുറം ലോകം അറിയുന്നതിനും മുൻപുള്ള കാലം. കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒരു വിചിത്രമായ സൂചന പുറത്തു വന്നു. ഇബ്രാഹിമിൻ്റെ മകൻ ചോദ്യം ചെയ്യലിനിടയിൽ വളരെ നിസ്സാരമായി ഒരു കാര്യം പറഞ്ഞു. എൻ്റെ അച്ഛന് മീൻ പിടിക്കാൻ ഇഷ്ടമാണ്. അദ്ദേഹം സമറയിലെ ഒരു ഫിഷിംഗ് ഫാം സന്ദർശിക്കാറുണ്ട്. സാധാരണക്കാർക്ക് അതൊരു വിനോദം മാത്രമാണ്. പക്ഷെ മാഡോക്സിൻ്റെ മനസ്സിൽ ഒരു തീപ്പൊരി മിന്നി. സദാമിൻ്റെ പഴയൊരു പാചകക്കാരൻ പറഞ്ഞ രഹസ്യം അയാൾ ഓർത്തു. സദാമിന് വറുത്ത മീൻ അഥവാ മസ്ഗൂദ് ജീവനായിരുന്നു. കണ്ണികൾ തമ്മിൽ കണക്റ്റായി.
ഇബ്രാഹിം വെറുമൊരു അംഗരക്ഷകൻ മാത്രമല്ല, സദാമിന് ഭക്ഷണം എത്തിക്കുന്ന ആളാണ്. മീനിൻ്റെ വഴി പിടിച്ചാൽ സദാമിനെ കിട്ടും. സൈന്യം സമറയിലെ ആ ഫാം വളഞ്ഞു. ഇബ്രാഹിം അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ സൈന്യം പൊക്കി. ചോദ്യം ചെയ്യൽ വളരെ വേഗത്തിലും അതിക്രൂരവുമായിരുന്നു. എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. ആ മനുഷ്യൻ തകർന്നുപോയി. അയാൾ ഒരു മേൽവിലാസം കൊടുത്തു. ബാഗ്ദാദിലെ വളരെ തിരക്കേറിയ ഒരു അപ്പാർട്ട്മെൻറ്റ്, ആരും പ്രതീക്ഷിക്കാത്ത ഒരിടം. അത് മാഡോക്സിന് ഇറാഖിലെ അവസാന മണിക്കൂറുകളായിരുന്നു. നാളെ രാവിലെ അയാൾക്ക് നാട്ടിലേക്ക് മടങ്ങണം. കയ്യിൽ ഒരൊറ്റ ചാൻസ് മാത്രം. സ്പെഷ്യൽ ഫോഴ്സ് ബാഗ്ദാദിലെ ആ ഫ്ലാറ്റ് വളഞ്ഞു. കുറേ ആളുകളെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ഒറ്റ നോട്ടത്തിൽ മുഹമ്മദ് ഇബ്രാഹിം അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. എല്ലാവരും അപരിചിതർ. ഒരു അവസാന ശ്രമമെന്നോണം മാഡോക്സ് ഒരു തടവുകാരനെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ശാരീരികവും മാനസികവുമായ കടുത്ത പീഡനങ്ങൾക്കൊടുവിൽ ആ മനുഷ്യൻ സത്യം വിളിച്ചു പറഞ്ഞു. മുഹമ്മദ് ഇബ്രാഹിം ആ വീട്ടിലുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റഡിയിലുള്ളവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. മാഡോക്സ് പെട്ടെന്ന് മുറ്റത്തെ കൂടി. തലയിൽ കറുത്ത തുണിയിട്ട് കുറേ തടവുകാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഓരോരുത്തരുടെയും തലയിലെ തുണി വലിച്ചൂരി. ഒന്നാമത്തെ മുഖം അല്ല, രണ്ടാമത്തെ മുഖം അല്ല, മൂന്നാമത്തെ മുഖം ഒരു തടിച്ച മനുഷ്യൻ്റേതായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. മാഡോക്സ് അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അതെ, വേട്ട അവസാനിച്ചിരിക്കുന്നു. അത് സാക്ഷാൽ തടിയൻ ഇബ്രാഹിം തന്നെയായിരുന്നു. ഇനി ഒരേ ഒരു കടമ്പ മാത്രം. സദാം എവിടെയാണ്? ഇവിടെ ചരിത്രം 2 വഴികളായി പിരിയുന്നു. അമേരിക്കൻ ഔദ്യോഗിക ഭാഷ്യം പറയുന്നത് ഇതൊരു മികച്ച മനഃശാസ്ത്ര യുദ്ധത്തിൻ്റെ വിജയമാണെന്നാണ്. $25 മില്യൺ വാഗ്ദാനവും കുടുംബത്തിൻ്റെ സുരക്ഷയും നൽകി അവർ രഹസ്യം ചോർത്തിയെന്ന്. എന്നാൽ അബൂ ഖുറൈബിൻ്റെ ചിത്രങ്ങൾ ഓർമ്മയുള്ളവർക്ക് ഈ മാന്യമായ കഥ വിശ്വസിക്കാൻ പ്രയാസമാണ്. കടുത്ത പീഡനമുറകൾക്ക് എൻഹാൻസ്ഡ് ഇൻട്രോഗേഷൻ എന്ന ഓമനപ്പേരിട്ട കാലമായിരുന്നു അത്. വെറും വർത്തമാനം കൊണ്ട് ആ രഹസ്യം പുറത്തു വന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്തായാലും കടുത്ത ആ സമ്മർദ്ദത്തിന് മുന്നിൽ ഇബ്രാഹിമിൻ്റെ ചെറുത്തുനിൽപ്പ് തകർന്നു. അയാൾ സൈനികരെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സൈനിക വ്യൂഹം നീങ്ങി. ലക്ഷ്യം അബ്ദോറിലെ ഒരു കൃഷിയിടം. പക്ഷേ എന്തുകൊണ്ടിവിടെ? അതറിയാൻ നമ്മൾ 235 ദിവസങ്ങൾ പിന്നോട്ട് പോകണം. ബാഗ്ദാദ് വീണു. സദാം ഹുസൈൻ ഇപ്പോൾ ഒരു വീടില്ലാത്ത അഭയാർത്ഥിയാണ്. അയാൾ തൻ്റെ പഴയ സുഹൃത്തുക്കളുടെയും ഗോത്രങ്ങളുടെയും വാതിലുകൾ മുട്ടി. പക്ഷേ അമേരിക്കയുടെ പ്രതികാരത്തെ അവർ ഭയന്നു. ഓരോരുത്തരായി അയാളെ കൈവിട്ടു. സ്വന്തം വിശ്വസ്തരാൽ പോലും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവസാന ആശ്രയം എന്ന നിലയിലാണ് അയാൾ തൻ്റെ സ്വന്തം ഗോത്രത്തിലെ നാമിക് കുടുംബത്തിൻ്റെ ആ കൃഷിയിടത്തിലെത്തിയത്. 1959 പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ചെറുപ്പക്കാരനായ സദാം ഒളിച്ചിരുന്നതും ഇതേ ഫാമിലായിരുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ സദാം ഒരു മാളത്തിലെ എലിയെപ്പോലെ അല്ല അവിടെ ജീവിച്ചിരുന്നത്. ആ 235 ദിവസവും അയാൾ ആ കൃഷിയിടത്തിലെ ഒരു ചെറിയ മുറിയിലാണ് കഴിഞ്ഞത്. ദ സ്പൈഡർ ഹോൾ എന്ന് വിളിച്ച ആ ചെറിയ കുഴി കേവലം അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ഒളിത്താവളമായിരുന്നു. അവിടുത്തെ ആതിഥേയനായ അലാ നാമിക് ഉണ്ടാക്കിയ ഒരു പാനിക് റൂം. അതൊരു വെറും കുഴിയല്ലായിരുന്നു. ഏകദേശം 2 മീറ്റർ താഴ്ചയുള്ള ആ കുഴിയുടെ ചുവരുകൾ ഇഷ്ടികയും സിമൻറ്റും കൊണ്ട് ബലപ്പെടുത്തിയതായിരുന്നു. ഉള്ളിൽ ഒരു ശവപ്പെട്ടിയുടെ അത്രമാത്രം വലിപ്പം. പുറംഭാഗം കൃഷിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി മണ്ണും പുല്ലും തേച്ച് പിടിപ്പിച്ച് തെർമോക്കോൾ മൂടിയാണ് ഉപയോഗിച്ചിരുന്നത്. ശ്വാസമെടുക്കാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് പൈപ്പും. അതൊരു അതിജീവനത്തിനുള്ള കുഴിയായിരുന്നു. അമേരിക്കൻ പട്രോളിംഗ് സംഘം അടുത്തേക്ക് വരുമ്പോൾ സദാം തൻ്റെ ഗ്ലോക്ക് തോക്കും പിടിച്ച് ആ ഇരുളിലേക്ക് വലിയും. അവർ പോയി കഴിഞ്ഞാൽ തിരികെ മുറിയിലേക്ക് വരും. അയാൾ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ദിവസവും BBC അറബിക് റേഡിയോ കേൾക്കുകയും കവിതകൾ എഴുതുകയും ഏറ്റവും പ്രധാനമായി അമേരിക്കൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ തൻ്റെ ആളുകൾക്ക് നിർദ്ദേശങ്ങൾ എഴുതി നൽകുകയും ചെയ്തിരുന്നു. പുറം ലോകവുമായി സദാമിനുള്ള ഒരേ ഒരു കണ്ണി അലാ നാമിക് മാത്രമായിരുന്നു. അലാ സദാമിൻ്റെ പാചകക്കാരനും ക്ഷുരകനും അംഗരക്ഷകനും ഒക്കെയായിരുന്നു. അയാൾ സദാമിൻ്റെ സന്ദേശങ്ങൾ കമാൻഡർമാർക്ക് എത്തിച്ചു കൊടുത്തു. പക്ഷേ ഏറ്റവും സുരക്ഷിതമായ കോട്ടകൾക്കും ഒരു ബലഹീനതയുണ്ടാകും. അത് വിശ്വാസമാണ്. പിടിക്കപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സദാമിൻ്റെ ആ പഴയ അംഗരക്ഷകൻ ഇബ്രാഹിം ഈ ഫാം സന്ദർശിച്ചിരുന്നു. അപ്പോൾ പോലും അയാൾക്ക് ഈ കുഴിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. മീറ്റിങ്ങിനിടയിൽ സദാം പുറത്തേക്ക് പോയ സമയം നോക്കി ഇബ്രാഹിം ചോദിച്ചു, സൈന്യം നമ്മളെ വളഞ്ഞാൽ ബോസ് എവിടെയാണ് ഒളിക്കുക? സദാമിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകനെ അന്ധമായി വിശ്വസിച്ച അല
ആ മാരകമായ തെറ്റ് ചെയ്തു. അയാൾ ആ രഹസ്യ താവളം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പിന്നീട് അമേരിക്കൻ ചോദ്യം ചെയ്യൽ മുറിയിൽ ഇബ്രാഹിം വിറ്റതും അലായുടെ ആ വലിയ വിശ്വാസമായിരുന്നു. ആ ചതി കാരണമാണ് സൈനികർക്ക് കൃത്യമായി എവിടെ നോക്കണം എന്ന് മനസ്സിലായത്. സൈനിക വ്യൂഹം നിശബ്ദമായി നിന്നു. ഓപ്പറേഷൻ റെഡ് ഡോൺ ആരംഭിച്ചു. 600ഓളം സൈനികർ ആ പ്രദേശം വളഞ്ഞു. ഡെൽറ്റ ഫോഴ്സ് ആ കുടിലിലേക്ക് ഇരച്ചു കയറി. അവർ മുറികൾ അരിച്ചു പറക്കി, ചുവരുകൾ പരിശോധിച്ചു. ഓറഞ്ച് തോട്ടം മൊത്തം തപ്പി, ഒന്നും കിട്ടിയില്ല. മിനിറ്റുകൾ കടന്നുപോയി. ടെൻഷൻ ഇരട്ടിച്ചു. തങ്ങൾക്ക് കിട്ടിയ വിവരം തെറ്റാണോ? പക്ഷി പറന്നുപോയോ? ഓപ്പറേഷൻ ഒരു വലിയ പരാജയത്തിലേക്ക് നീങ്ങുകയാണോ? ആ കടുത്ത നിരാശയുടെ നിമിഷത്തിലാണ് കമാൻഡർ തൻ്റെ തുറുപ്പ് ചീട്ടിറക്കിയത്. ആ സൈനിക വാഹനത്തിൻ്റെ പുറകിലെ വാതിൽ തുറന്നു. മുഹമ്മദ് ഇബ്രാഹിമിനെ അവർ പുറത്തേക്ക് വലിച്ചിട്ടു. അയാൾക്കൊരു മാപ്പോ GPS ആവശ്യമില്ലായിരുന്നു. അമ്പരത്ത് നിന്ന സൈനികരെ മറികടന്ന് അയാൾ ആ മുറ്റത്തെ ഈന്തപ്പനയുടെ അടുത്തേക്ക് നടന്നു. അയാൾ നിന്നു, താഴേക്ക് നോക്കി. ഒരു വാക്കുപോലും ഉരിയാടാതെ തൻ്റെ ബൂട്ട് കൊണ്ട് ചവറ്റുകൂനയിലേക്ക് തട്ടിക്കാണിച്ചു. സൈനികർ ഡസൻ കണക്കിന് തവണ നടന്നുപോയ അതേ ഇടം. സൈനികർ അങ്ങോട്ടേക്ക് ഇരച്ചെത്തി. അഴുക്കുകൾ മാറ്റി, പായ ചുരുട്ടി. തെർമോക്കോൾ മൂടി തെളിഞ്ഞു. നരകത്തിലേക്കുള്ള വാതിൽ. ഒരു സൈനികൻ ഗ്രനേഡിൻ്റെ പിന്നൂരി ആ കുഴിയിലേക്ക് ഇടാൻ തയ്യാറായി. പക്ഷേ പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. വെടിവെക്കരുത്, വെടിവെക്കരുത്. ആ ഇരുളിൽ നിന്നും 2 കൈകൾ ഉയർന്നു വന്നു. സൈനികർ അയാളെ ഒരു ചാക്ക് അരി പോലെ വലിച്ചു പുറത്തിട്ടു. താടിയും മുടിയും ജട പിടിച്ച ഒരു മനുഷ്യൻ. ഫ്ലാഷ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അയാൾ കണ്ണുകൾ ചിമ്മി തുറന്നു. അയാളുടെ അരയിൽ ഒരു ഗ്ലോക്ക് 18 തോക്കിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അയാൾ അതിലേക്ക് കൈ നീട്ടിയില്ല. പൂർണ്ണമായ കീഴടങ്ങൽ. ഒരു സൈനികൻ ആ തോക്ക് പിടിച്ചെടുത്തു. സദാം തൻ്റെ വസ്ത്രത്തിലെ പൊടി തട്ടിക്കളഞ്ഞു. ശബ്ദമിടറിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ സദാം ഹുസൈനാണ്, ഇറാഖിൻ്റെ പ്രസിഡന്റ്. എനിക്ക് ചർച്ച ചെയ്യണം. സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറുടെ മറുപടി വളരെ ചെറുതും അപമാനിക്കുന്നതുമായിരുന്നു. പ്രസിഡന്റ് ബുഷ് അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ അച്ചടക്കം ലംഘിക്കപ്പെട്ടു. അമേരിക്കക്കാരല്ല, മറിച്ച് അവരുടെ ഇറാഖി തർജിമക്കാരാണ് അത് ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് സദാമിൻ്റെ ഭരണത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ പഴയ പീഡകനെ കൺമുമ്പിൽ കണ്ടപ്പോൾ അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അയാൾ സദാമിൻ്റെ മേലേക്ക് ചാടി വീണു. അടിച്ചു, ചീത്ത വിളിച്ചു. അമേരിക്കൻ സൈനികർക്ക് ബലം പ്രയോഗിച്ചാണ് അയാളെ സദാമിൻ്റെ മേൽ നിന്നും മാറ്റേണ്ടി വന്നത്. ആ അടി ഒരു ജനതയുടെ ഉള്ളിലൊതുക്കിയ ദേഷ്യത്തിൻ്റെ പ്രതീകമായിരുന്നു. എല്ലാം ശാന്തമായതോടെ സദാമിനെ ഒരു ഹെലികോപ്റ്ററിലേക്ക് മാറ്റി. ആ പക്ഷി പറന്നുയർന്നു. ശാരീരികമായ ആ വേട്ട അവിടെ അവസാനിച്ചു. പക്ഷേ സദാമിനെ പിടികൂടിയാൽ മാത്രം പോരായിരുന്നു. ആ പെരുമ തകർക്കേണ്ടത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ആവശ്യമായിരുന്നു. ബാബിലോണിലെ ആ സിംഹത്തെ വെറുമൊരു പാവമാക്കി മാറ്റണമായിരുന്നു. ഇവിടെയാണ് മാധ്യമ യുദ്ധം ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അപമാനകരമായ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. സദാം ഹുസൈനെ ഒരു അമേരിക്കൻ ഡോക്ടർ പരിശോധിക്കുന്നു. ഒരു വയസ്സൻ കുതിരയുടെ പല്ല് നോക്കുന്നത് പോലെ വായ തുറന്നു പിടിച്ചിരിക്കുന്ന സദാം. തലയിൽ പേനുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഡോക്ടർമാർ. ലോകത്തിനുള്ള സന്ദേശം വ്യക്തമായിരുന്നു. അയാൾ ഒരു ഭീകരജീവിയല്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. അയാളുടെ കഥ കഴിഞ്ഞു. അടുത്ത ദിവസം ഇറാഖിലേക്കുള്ള അമേരിക്കൻ അധിനിവേശത്തിൻ്റെ ലീഡറായ പോൾ ബ്രമർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വി ഗോട്ട് ഹിം. 2003 ഡിസംബർ 30 ബലിപെരുന്നാൾ ദിനത്തിലെ ആ പുലർച്ചെ സദാമിനെ തൂക്കിലേറ്റാൻ വിധിച്ചു. ആ വധശിക്ഷ നടപ്പാക്കിയ മുറി ഒരു ഭരണകൂടത്തിൻ്റെ നടപടിക്രമം പോലെ ആയിരുന്നില്ല തോന്നിയത്. അതൊരു ആൾക്കൂട്ടത്തിൻ്റെ പ്രതികാരം പോലെയായിരുന്നു. കഴുത്തിൽ കുരുക്ക് മുറുകുമ്പോഴും അവിടെ നിശബ്ദത ഉണ്ടായിരുന്നില്ല. ഗാർഡുകൾ സദാമിനെ കളിയാക്കി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നു. ആ കട്ട വീണു. സദാം താഴേക്ക് പതിച്ചു. മിഡിൽ ഈസ്റ്റിലെ ആ അതിശക്തൻ്റെ കഥ ഒരു കയറിൻ്റെ തുമ്പിൽ അവസാനിച്ചു. സദാമിനെ പിടികൂടിയത് ബുദ്ധിയുടെയും ചതിയുടെയും സാങ്കേതിക വിദ്യയുടെയും ഒരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു. പക്ഷേ ഫലം എന്തായിരുന്നു? ഇറാഖിന് സമാധാനം ലഭിച്ചോ? ഇല്ല. സദാമിൻ്റെ പതനം ആ രാജ്യത്തെ വലിയൊരു അരാജകത്വത്തിലേക്കും ആഭ്യന്തര യുദ്ധത്തിലേക്കും ഒടുവിൽ ഐസിസിൻ്റെ വളർച്ചയിലേക്കുമാണ് നയിച്ചത്. ആ സ്പൈഡർ ഹോൾ കേവലം സദാമിൻ്റെ മാത്രം ശവക്കുഴിയല്ലായിരുന്നു. ഒരുപക്ഷെ ആ പ്രദേശത്തിൻ്റെ തന്നെ സമാധാനത്തിൻ്റെ ശവക്കുഴിയായിരുന്നു അത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? സദാമിൻ്റെ വിധി സ്വന്തം പ്രവൃത്തികളുടെ ഫലമായിരുന്നോ, അതോ ചതിയുടെ ഇരയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.